ഹായ്, ഞാനിന്ന് ഒരു തമിഴ് സിനിമ കാണാൻ വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു തമിഴ് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയി. പക്ഷേ അന്ന് എന്തോ ഒരു ടെക്നിക്കൽ കാരണം കൊണ്ട് ഷോ ഇല്ലായിരുന്നു. സ്പോട്ടിൽ ഒന്നും ആലോചിച്ചില്ല, റൈഫിൾ ക്ലബിന് ടിക്കറ്റ് എടുത്തു, കയറി കണ്ടു. റൈഫിൾ ക്ലബ്ബ് പൊതുവേ ഇറങ്ങി 2 ദിവസമായി ഭയങ്കരമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ട് ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. എനിക്ക് എന്തായാലും കാണണം എന്ന് തോന്നിയ ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്. അങ്ങനെ ഇന്ന് കണ്ടു. റൈഫിൾ ക്ലബ് ആഷിഖ് അബു ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റൊക്കെ കണ്ടു. ഭയങ്കരമായ ഒരു സംഭവമാണ് എന്നൊക്കെയാണ് പൊതുവേ പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ റൈഫിൾ ക്ലബ്ബ് കണ്ടു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിനിമ കണ്ടു. സിനിമയുടെ തുടക്കം, സിനിമ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു, നല്ലൊരു ബിഗിനിങ്. സിനിമ തുടങ്ങി വളരെ സൈലൻ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് BGM, അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ, ഇതെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു സിനിമയുടെ പോക്ക്. അപ്പോൾ അങ്ങനെ പോയി തുടക്കത്തിലൊരു ഡാൻസ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കിടുവായിരുന്നു, രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഇവൻറ്റ്, അത് കഴിഞ്ഞ് കഥ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകുന്നു. അവിടെ നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ, ഇഷ്ടം പോലെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ നമ്മളെ വാണി വിശ്വനാഥ്, വിജയരാഘവൻ, പിന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ. അവരിലൂടെ കഥ നീങ്ങുന്നു. അപ്പോൾ വളരെ സ്ലോ ആവുന്നു സിനിമ നല്ല സ്ലോ ആയി, വളരെ സ്ലോ ആണ്. പക്ഷേ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാം, എന്തോ സംഭവിക്കും എന്നുള്ള ഒരു കാര്യം. കാരണം സിനിമയുടെ തുടക്കത്തിലൊരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇനി സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഇൻ്റർവെൽ ബ്ലോക്ക് എത്തി. ഭയങ്കര ഒരു ഹൈപ്പോട് കൂടിയാണ് ഇൻ്റർവെൽ ബ്ലോക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, സിനിമ സെക്കൻഡ് ഹാഫ് പൊളിയായിരിക്കും, തീയായിരിക്കും. അതിനുള്ള എല്ലാ ഈ അമിട്ടിന് തിരികൊളുത്തുന്ന സെറ്റപ്പിലുള്ള ഒരു ഇൻ്റർവെൽ ബ്ലോക്കായിരുന്നു. കണ്ടു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. സിനിമ പോയി ആക്ഷൻ തന്നെയാണ്, ഫുൾ വെടിയും പുകയൊക്കെ തന്നെയാണ്, കൺഫേം. അതിൽ വേറെ ഒരു പ്രശ്നമില്ല. അതിങ്ങനെ പോയി ഒരു പരിധി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തൊരു ഫീൽ. എന്തൊക്കെയോ സംഭവിക്കുന്നു സ്ക്രീനിൽ, പക്ഷേ നമുക്ക് ഒരു കിക്ക് കിട്ടുന്നില്ല. അതായത് ഒരു എഫക്റ്റ് കിട്ടുന്നില്ല, ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. സിനിമ ഇങ്ങനെ പോയി അവസാനം ക്ലൈമാക്സിലേക്ക് അടിക്കുന്നു. അത് ക്ലൈമാക്സ് ആണെന്ന് പോലും തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവസാനം പെട്ടെന്നങ്ങ് സിനിമ തീരുന്ന ഒരവസ്ഥ. അങ്ങനെ കണ്ടഴിച്ചു പോയപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും കിട്ടിയില്ല സെക്കൻഡ് ഹാഫ് സിനിമ തീർന്നപ്പോൾ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ മാക്സിമം അത് ആസ്വദിക്കാൻ ശ്രമിച്ചു, എങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഇമ്പാക്റ്റ് വളരെ മോശമായിരുന്നു. ഒരു ആവറേജ് ലെവൽ നിൽക്കുന്ന സാധനം. ഇതൊരു 90s-ലോ 2000-ലോ ആ സമയത്തൊക്കെ കണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് തവണ കണ്ട പാറ്റേൺ കഥയാണ്. കഥയിൽ വലിയ പുതുമകളൊന്നുമില്ല. കഥയെ പരം കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറേ ഇവൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ വില്ലന്മാർ, കുറേ അല്ലാത്ത നമ്മളെ നായക ടീമിലുള്ള കുറച്ച് പേർ, ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്നുള്ള സെറ്റപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരം സാധനം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് ഒന്നാം പകുതി കഴിഞ്ഞപ്പോൾ. പക്ഷേ എന്നെ നിരാശപ്പെടുത്തി. എനിക്ക് അത്ര തൃപ്തി തരാത്ത ഒരു അനുഭവമായിരുന്നു റൈഫിൾ ക്ലബ്. പിന്നെ ആളുകളുടെ പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഓരോ കഥാപാത്രത്തെയും ബൂസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഏറ്റില്ല എന്ന് തന്നെ പറയാം. പ്രധാന കഥാപാത്രമായി വരുന്ന ദിലീഷ് പോത്തനാണ്. പിന്നെ നമ്മൾ അനുരാഗ് കശ്യപ് ഉണ്ട്, വില്ലൻ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ തുടക്കത്തിലൊക്കെ ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സൈക്കോ വില്ലൻ സെറ്റപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എനിക്കൊരു കോമാളി സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ പോയി. ശരിക്കും ഒരു കോമാളി, ഒരു ജോക്കർ എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ അവസാനമൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലുള്ള ഒരു പോക്കായിരുന്നു. പിന്നെ നമ്മൾ ഹനുമാൻ കിഡ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, നമ്മളെ സിംഗർ, പോപ്പ് സിംഗർ, അങ്ങനെ എന്തോ സംഭവമാണ്. പുള്ളിക്കാരൻ്റെ റോള് കിടിലായിരുന്നു. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. വില്ലൻ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, പവർഫുൾ റോളായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരൻ്റെ റോള് നല്ല എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന റോളാണ്. പിന്നെ വാണി വിശ്വനാഥായാലും ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഇവരൊക്കെ പരസ്പരം പറയുന്ന ഡയലോഗൊക്കെ എന്തോ പഞ്ച് ഡയലോഗാണെന്ന് പറഞ്ഞാണ് ഇവർ പറയുന്നത്. അതൊന്നും ഒരു കിക്കില്ലാതായി. ആദ്യമൊക്കെ ചിരിയൊക്കെ വന്നു, പക്ഷേ സിനിമ കഴിയും തോറും അവസാനമാകുമ്പോൾ ഈ മേക്കിംഗ് സ്റ്റൈലും പിന്നെ ഈ ആക്ഷനും വ്യക്തികളും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടർ ഡയലോഗുകളും കോമഡികളും ഇതെല്ലാം ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ. ഈവൻ BGM പോലും ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന അവസ്ഥ. നല്ല BGM ആയിരുന്നു എല്ലാം. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. ആക്ഷനിലേക്ക് തിരിഞ്ഞപ്പോൾ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി മൊത്തത്തിൽ പോയി എന്ന് തന്നെ പറയാം. സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്ക്, ഫസ്റ്റ് ഹാഫിൽ സൈലൻ്റ് ആയിട്ടുള്ള സീനുകൾ നല്ല ക്യാമറ വർക്കായിരുന്നു.
പാട്ടായാലും മറ്റല്ലാത്ത ഇവർ തമ്മിൽ വെറുതെ സംസാരിക്കുന്നതായാലും പോലും നല്ല ക്യാമറ വർക്കായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് ആക്ഷനിലോട്ട് പോയപ്പോൾ ഒരു ആവറേജ്, ഒരു ശരാശരി പണ്ടത്തെ ഏതോ സിനിമകളിൽ കാണുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു ക്യാമറ വർക്ക്, അതിൽ യാതൊരു പ്രത്യേകതയില്ല. ഒന്നാമത്തെ പകുതിയൊക്കെ അമൽ നീരദിൻ്റെ സിനിമ പോലെയൊക്കെ ഒരു പാറ്റേണിലാണ് പോയത്. രണ്ടാം പകുതി പോയപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയില്ല. ചുമ്മാ കുറേ വെടിയും പുകയും എന്തൊക്കെയോ ആക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒന്നും തോന്നിയില്ല, അതാണ് സത്യം. എനിക്ക് ഒന്നും തോന്നിയില്ല, പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നിയില്ല. പിന്നെ പടത്തിൻ്റെ ലെങ്ത് വളരെ കുറവാണ്, 2 മണിക്കൂറിൽ താഴെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു, എണീറ്റ് പോയി. പിന്നെ ഒരു കഥാപാത്രവും അങ്ങനെ മനസ്സിൽ നിൽക്കുന്നില്ല, കഥ മനസ്സിൽ നിൽക്കുന്നില്ല, സംഭവങ്ങൾ മനസ്സിൽ നിൽക്കുന്നില്ല. സിനിമ കണ്ട് അതിനെ അവിടെ കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെയുള്ളതൊരു നല്ല സിനിമയല്ല. സിനിമ തിയേറ്ററിന് പുറത്തും നമ്മുടെ ഉള്ളിലുണ്ടാവണം, എങ്കിൽ മാത്രമേ അതൊരു നല്ല സിനിമയാകൂ. പക്ഷേ ഒരിക്കലും ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു എഫക്റ്റ്, ആ ഒരു പവർ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ബൂസ്റ്റിംഗ് ഞാൻ പ്രതീക്ഷ പോലെ അല്ല. ബൂസ്റ്റിംഗ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് എന്നല്ല, ശരാശരി ഒരു ജസ്റ്റ് കാണാം, കണ്ടിട്ട് വരാം, അവിടെ കളഞ്ഞിട്ട് വരാം എന്നുള്ള ഒരു സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്. പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. ഞാൻ പറഞ്ഞു, തിരക്കഥ 4 പേർ ചേർന്നാണ് തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൽ യാതൊരു നിലവാരവും എനിക്ക് തോന്നിയില്ല. ഒരൊറ്റ വ്യക്തി പോലും വേണ്ട, ഒരു കൊച്ചുകുട്ടിക്ക് പോലും എഴുതാൻ പറ്റുന്ന ഒരു തിരക്കഥയും സംഭാഷണങ്ങളും മാത്രമാണ്. ചുമ്മാ ഇങ്ങനെ തള്ളെന്ന് പറയും, ഓരോ ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ ആണ് എന്ന് പറയുന്നതല്ലാതെ അവരിൽ നിന്നും നമുക്ക് യാതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കാസ്റ്റിംഗ് ആണ്. പക്ഷേ എന്തിനോ വേണ്ടി എന്നുള്ളത്. ആഷിഖ് കപൂറിൻ്റെ സംവിധാനം, പുള്ളിക്കാരൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പുള്ളിക്കാരൻ സൈലൻറ്റ് സീനുകളൊക്കെ വളരെ നന്നായിട്ട് എടുക്കും. ആക്ഷൻ പുള്ളിക്കാരന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഈ സിനിമയിൽ നിന്നും എനിക്ക് തോന്നി. അപ്പോൾ അതാണ് റൈഫിൾ ക്ലബ്.